السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ബഹുമാനികളായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, മുഹറം 10 പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നോമ്പുകാരായിട്ടാണ് ഇന്നത്തെ ദിവസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അതിയായ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളാണ്. അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മുഹറം 10 അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പമില്ല. അവർ ആറടി മണ്ണിന്റെ ആ പച്ച മണ്ണിലേക്ക് അവർ ചേർന്നിരിക്കുകയാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ അമ്മമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കൾ എല്ലാവരും ആറടി മണ്ണിലേക്ക് കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന പല ആളുകളും അവർ പച്ച മണ്ണിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു തആല അടുത്ത പരിശുദ്ധമായ ഈ മുഹറം മാസത്തെ വരവേൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകമായി മൂന്ന് സൂറത്തുകൾ നിങ്ങളൊക്കെ പാരായണം ചെയ്യണം. ഇത് കേൾക്കുന്ന നമ്മളൊക്കെ ആ 3 സൂറത്തുകൾ നിങ്ങളൊക്കെ പാരായണം ചെയ്യണം. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് അല്പം മുമ്പായിട്ട്, നോമ്പ് തുറക്കുന്നതിന്റെ അല്പം മുമ്പ് നിങ്ങൾ ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുക. ഏതാണ് ആ 3 സൂറത്തുകൾ? ഒന്നാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ഈ സൂറത്ത് പാരായണം ചെയ്തവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുകയില്ല, കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയില്ല. അതുപോലെ സങ്കടങ്ങൾ മാറുന്നതാണ്, സങ്കടങ്ങൾ തീരുന്നതാണ്, സങ്കടങ്ങൾ ഇല്ലാതാവുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല അവനക്ക് പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അതിനെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ശംസാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യേണ്ടത്. ചെറിയ ചെറിയ സൂറത്തുകളാണ്, നമുക്കൊക്കെ പാരായണം ചെയ്യാൻ, നമുക്കൊക്കെ മനഃപ്പാടമാക്കി വെച്ച സൂറത്തുകളാണ്. എളുപ്പമാണത് പാരായണം ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പുണ്യങ്ങളൊന്നും നമ്മൾ കളഞ്ഞു പോവരുത്, നഷ്ടപ്പെട്ടു പോവരുത് എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമതായി പാരായണം ചെയ്യേണ്ട സൂറത്ത് വള്ളുഹാ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى
ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഈ സൂറത്താണ് ഓതേണ്ടത്. മൂന്നാമതായിട്ട് ഓതേണ്ട ചെറിയ ഒരു സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്ത് പാരായണം ചെയ്യുക. സിഹറുകളിൽ നിന്ന്, കണ്ണേറുകളിൽ നിന്ന്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളിൽ നിന്നും മോചനം ലഭിക്കണോ. എന്റെ ഉമ്മമാരെ, മഗ്‌രിബിന്റെ മുമ്പായിട്ട്, നമ്മൾ നോമ്പ് തുറക്കുന്നതിന്റെ അല്പം മുമ്പായിട്ട് പാരായണം ചെയ്യുകയും 3 സൂറത്തുകൾ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, സഹോദരങ്ങള്, സഹോദരിമാർ, എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ സൂറത്ത് കൂടി പാരായണം ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കാൻ, സമ്പത്തിൽ അഭിവൃദ്ധി ലഭിക്കാൻ, കടങ്ങൾ മാറി കിട്ടുവാൻ, അതുപോലെ നമ്മുടെ മറുപടി നടക്കാൻ, വീടിന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ, എല്ലാത്തിനും വേണ്ടി ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.